പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഈ വർഷം നല്ല രീതിയിൽ ആദായം കിട്ടി. നല്ല ക്രോപ്പ് ഉണ്ടായിരുന്ന ചെടികളാണ്. അത്യാവശ്യം ഒരു 3 വർഷം പഴക്കമുള്ള നല്ല തൈച്ചെടികളാണ്. ഇതുവരെയൊക്കെ വെള്ളം നനയ്ക്കാൻ മിസ്റ്റായിരുന്നു. ചെറിയ പഴയ ടൈപ്പ് മിസ്റ്റായിരുന്നു. വെള്ളം നനയ്ക്കാൻ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം തീർന്നു പോയി. നിലവിലത്തെ സാഹചര്യത്തിൽ ചെടിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അപ്പം എന്താ പറയുക, ഇനിയും മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് റീപ്ലാന്റിലോട്ട് എത്തേണ്ട ഒരു സാഹചര്യമാണ്. ഇടുക്കി ജില്ലയിലെ ഒരു 90% തോട്ടങ്ങളും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇതിൻ്റെയൊക്കെ ശരങ്ങൾ നോക്കിയറിയാം. അത്യാവശ്യം നല്ല വലിയ ശരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം ഉണങ്ങി മരുന്നടിക്കാൻ പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിലോട്ടെത്തി. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ചെടികൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നിൽക്കുന്നവർ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിക്കുക. അത് പറയാൻ കാരണം ഇതേപോലെ വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും. ഈ ചെടികളൊക്കെ മഴ പെയ്താൽ റിക്കവറി ആയി പോരുമെങ്കിലും നമുക്ക് അടുത്ത വർഷത്തിലോട്ട് ആദായത്തിലോട്ട് കണ്ടമാനം ബാധിക്കപ്പെടും. ഇതേപോലെ നല്ല നല്ല തോട്ടങ്ങൾ ഒത്തിരി നശിച്ചു പോയൊരു സാഹചര്യം ഇടുക്കി ജില്ലയിൽ ഇന്ന് നേരിടുന്നുണ്ട്. അപ്പോൾ ഏലകൃഷി വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു വരുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബറിൽ കൊപ്പടിച്ച തോട്ടങ്ങളെല്ലാം തന്നെ ഇതേപോലെ നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ആദായം വളരെ കുറവാണ്. ഈ വരുന്ന സീസണിൽ ആദായം വളരെ കുറവാകാനാണ് സാധ്യത. ഈ ചെടിയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല തുറുവായിരുന്നു. എല്ലാം തന്നെ വെയിലിൻ്റെ കാഠിന്യത്താൽ ചെടി ഭയങ്കരമായിട്ട് ഒടിയാനും തുടങ്ങി. ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം ചെടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അടുത്ത വർഷം നമുക്ക് തരക്കേടില്ലാത്തൊരു വില കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഉള്ള ചെടികൾ നല്ലപോലെ സംരക്ഷിച്ചെടുക്കുക. അധികം കൂടുതൽ ഈൽഡൊന്നും എടുത്തില്ലെങ്കിൽ ഉള്ള ഈൽഡിന് നല്ലൊരു വില കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരും മാക്സിമം നന കൃത്യമായിട്ട് കൊടുക്കുക. അതേപോലെ അതിൻ്റെ വേരിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കി നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരുടെയും മനസ്സിൽ വെച്ചുള്ള അടുത്ത സീസണിൽ നമുക്ക് കുറച്ച് ഈൽഡേ കിട്ടിയുള്ളതിലും അത്യാവശ്യം നല്ലൊരു വിലയിലോട്ട് എത്താൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ മാക്സിമം വെള്ളം കൊടുത്ത് അത് രാത്രി കാലങ്ങളിൽ നനയ്ക്കാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു തണുപ്പ് നിലനിർത്താനായിട്ട്. നല്ല വെയിലുള്ള സാഹചര്യങ്ങളിൽ ചെടി നനയ്ക്കാതിരിക്കുക. അങ്ങനെ നനച്ച് കഴിഞ്ഞാൽ ചെടിക്ക് വീണ്ടും ക്ഷീണം കൂടത്തേ ഉള്ളൂ. അതുപോലെ വേര് സംരക്ഷണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. വേര് നശിച്ചു പോകാതെ ഫംഗസ് പ്രശ്നങ്ങളാണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നെമറ്റോഡ് വേരുപുഴു പോലുള്ളതിനാണെങ്കിൽ അതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് ചെടിയെ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈൽഡ് കിട്ടിയൊരു തോട്ടമാണ്. ഇതേപോലെ ഇതിങ്ങനെ ഏരിയ കൂടുതൽ കിടക്കുകയാണ്. അപ്പം ഇത്ര നമുക്ക് കയറ്റമാണ്, നല്ല കയറ്റമാണ്. അപ്പം അങ്ങോട്ട് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളൊരു പകുതി ഭാഗം കൊണ്ട് നിർത്തിയതാണ്. ഇതുപോലെ നല്ല രീതിയിൽ കൃഷിനാശമാണ് ഇടുക്കി ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും. കൂടുതലായിട്ട് സംഭവിച്ചു പോയെന്ന് വെച്ചാൽ മേലറോളെല്ലാം പറ്റിപ്പോയി, ബോർവെല്ലുകൾ ഒത്തിരി പറ്റി. പിന്നെ വന്നപ്പോൾ നനയ്ക്കാൻ മാർഗ്ഗമില്ല. നനച്ചുകൊണ്ടിരുന്ന തോട്ടങ്ങൾ നനയ്ക്കാൻ മാർഗ്ഗമില്ലാതെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ചെടികൾ ഡൗൺ ആയിപ്പോയി. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ചൂട് ഇതൊക്കെ ഇതുപോലെ തെളിച്ചിടാതെ ചുറ്റിനും നല്ലപോലെ ചപ്പൊക്കെ കൂട്ടി നല്ല ക്ലീനായിട്ട് ചപ്പ് കൂട്ടി മണ്ണധികം കാണാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതല്പം ഇതുകൊണ്ടോ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ നനയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈർപ്പമൊക്കെ ചുവട്ടി കിടപ്പുണ്ട്. പക്ഷേ ചെടിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മേളിൽ നല്ലപോലെ കൊപ്പ് അടിച്ച് നിർത്തിവെക്കുന്നതുകൊണ്ട് കുത്തി വെയിലടിക്കുന്ന സ്ഥലമായതുകൊണ്ട് ചെടിക്ക് ഇതുപോലെ ക്ഷീണം തട്ടിയത്. അപ്പം ഇങ്ങനെയുള്ള തോട്ടങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് നല്ലപോലെ നെറ്റ് കെട്ടിക്കൊടുക്കുക. നേരത്തെ മെത്തലബാക്ടീരിയ പോലുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ നല്ലപോലെ നന കൊടുക്കുക. നല്ലപോലെ പൊത അറേഞ്ച് ചെയ്യുക ഈ ചെടികൾക്കെല്ലാം. അങ്ങനെ ചെയ്തിരുന്ന ചെടി ഇത്രയും ഒരു വലിയൊരു കൃഷിനാശത്തിലോട്ട് പോവുകയല്ലായിരുന്നു. വലിയ ഏരിയകളൊക്കെ ഇതുപോലെ നശിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് വലിയൊരു കടബാധ്യതയിലോട്ട് കൃഷിക്കാരെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ടങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം ചവിട്ടി പൊത കൂട്ടിക്കൊടുത്ത് ഉള്ള നനകളൊക്കെ കൊടുത്ത് നിർത്തുക. ഒരൊറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ ചെടി റിക്കവറി കാണിക്കും. എന്നാലും അടുത്ത വർഷത്തേന് ഈൽഡ് വളരെ കുറവായിരിക്കും. പക്ഷേ ഉള്ള ഈൽഡിന് നമുക്ക് നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ കൃഷിക്കാർ പ്രതീക്ഷ കൈവിടാതെ നല്ല രീതിയിൽ പണിയാൻ ശ്രമിക്കുക. നമ്മൾ പണിയാതിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ഈൽഡ് കിട്ടിയാലേ നമുക്ക് ഇതും കൊണ്ട് വലിയ മെച്ചം ഉണ്ടാവുള്ളൂ.